മക്കളെ മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. ഒരു പാക്കറ്റ് തൈരുണ്ട്. അത് വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി മോര് കറി ഉണ്ടാക്കാം. പലരും പല രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി സിമ്പിളായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പുളിയുള്ള തൈരാണ്. മോര് കറി ഉണ്ടാക്കുമ്പോൾ പുളിയുള്ള തൈര് വേണം എടുക്കാൻ. മക്കളെ കട്ടയുള്ള തൈരാണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് കട്ട ഇളക്കിയെടുക്കുക, പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൽ ഒരു കട്ടയും ഇല്ല. അതാണ് ഞാൻ കയ്യിൽ കൊണ്ട് ഇളക്കണത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തൈരാണ്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ വെള്ളവും തൈരും പാടെ ഒന്ന് മിക്സായി വരട്ടെ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മക്കളെ മോര് കറി ഉണ്ടാക്കുമ്പോൾ അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ. സ്റ്റീൽ പാത്രത്തിലോ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വരുന്നത് കണ്ടില്ലേ മക്കളെ. അപ്പോൾ ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. അതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഉലുവയും കൂടി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ലേശം വറ്റൽ മുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതുകൂടി ഒന്ന് മൂത്ത് വരട്ടെ. വറ്റൽ മുളക് മൂക്കണമെങ്കിൽ 2-3 സെക്കൻഡ് മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഇല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊന്ന് മാറട്ടെ. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് മാറി വന്നാൽ നമുക്ക് ഒരു 5-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മക്കളെ ഈ മോര് കറി ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. പണ്ടൊക്കെ ഈ മോര് കറി തന്നെ ഉണ്ടാക്കുള്ളൂ. ചില വീട്ടുകളിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. മോര് കറി പപ്പടം, അതില്ലെങ്കിൽ മോര് കറി ഉണക്കമീൻ. പിന്നെ ഞാൻ ഉണ്ടാക്കും കേട്ടോ ബീഫ് റോസ്റ്റും ഈ മോര് കറിയും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബീഫൊക്കെ നമുക്ക് കിട്ടുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഈ മോര് കറി ഒരു 2-3 ദിവസം വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂട്ടുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴോ അതേപോലെ ഉണ്ടാവും. ചില ആൾക്കാരുണ്ട് മോര് കറിയിൽ കുമ്പളങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് മോര് കറി ഉണ്ടാവും. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇട്ട് കാണിച്ചു തരാം. മക്കളെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പം നമ്മുടെ കരിവേപ്പില ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ട മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ വിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ചൂടാവണ വരെ ഇളക്കി കൊടുക്കുക. തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ മോര് പിരിഞ്ഞു പോവും. അപ്പോൾ വെള്ളം വേറെ നമ്മുടെ തൈര് വേറെ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇളക്കാൻ പറയുന്നത് കേട്ടോ. നമുക്ക് വിടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തൈര് നന്നായിട്ട് മസാലയോടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മക്കളെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പുളിയിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. നോക്കി നോക്കി ഇട്ട് കൊടുക്കുക.
വാരിക്കോരി ഒന്നിച്ച് ഉപ്പിട്ടാൽ ഉപ്പ് കൂടിപ്പോവും. അതിനാണ് പറഞ്ഞത് നോക്കി നോക്കി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ചിലവർക്ക് ഉപ്പ് കുറച്ച് വേണ്ടി വരും, ചിലവർക്ക് തോന വേണ്ടി വരും. അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിട്ടുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലവർക്ക് ഉപ്പ് കുറച്ച് വേണം, ചിലവർക്ക് നല്ല ഉപ്പ് വേണം. അതിനനുസരിച്ച് നോക്കി നോക്കി ഉപ്പിട്ടാൽ മതി. ഒറ്റ അടിയിലിട്ട് കൊടുത്താൽ ചിലപ്പോൾ കൂടിപ്പോവാൻ സാധ്യത ഉണ്ട്. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞു പോയാൽ പാകമാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മോര് കറി നന്നായിട്ട് ഇത് കണ്ടില്ലേ മക്കളെ, എത്ര സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഈ മോര് കറി ഉണ്ടാക്കിയത്. ഈ പുറത്ത് നിൽക്കുന്ന മക്കളൊക്കെ ഇല്ല, അവർക്ക് ജോലി തിരക്കിൽ പടപടാ പോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതേപോലെ സിമ്പിളായിട്ട് മോര് കറി ഉണ്ടാക്കാൻ പറ്റിയ മോര് കറിയാണ് ഇത് കേട്ടോ. 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. അപ്പോൾ അവർക്ക് എന്നും ഉണ്ടാക്കുകയും വേണ്ട. അപ്പം ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഇച്ചിരി ഉണക്കമീനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതും വെച്ച് വേഗം അവർക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.